അയ്യേ സേമിയ പായസ. ഇമ്മ എനിക്ക് സേമിയ പായസ ഇഷ്ടല്ല. എനിക്ക് വല്ല ഫ്രൂട്ട്സ് തായോ. നീ കുടിക്കണ്ട കേട്ടോ. സമ എന്നാണ് നിന്റെ ഫ്രൂട്ട്സ്. ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെ പണി ഞാൻ ചെയ്യണം? അടിക്കല് തുടക്കല്. നിനക്ക് രാവിലെ എങ്ങനെ പറഞ്ഞാൽ മതി വിശക്കണെന്ന്. ഇതൊക്കെ എന്ത് ഈസിയാണ്. ഈ സ്കൂളൊന്ന് തുറന്നു കിട്ടിയാൽ മതി. ചെയ്യേണ്ട പണികളാണ് ഇതൊക്കെ. എന്ത് ഈസിയല്ല. ഞാൻ ഇനി മുതൽ അത് ചെയ്തോളാം. എന്നാൽ നാളെ ഞാൻ ചെയ്യേണ്ട എല്ലാ പണികളും നീ ഒന്ന് ചെയ്യ. ഞാനൊന്ന് കാണട്ടെ. ഞാൻ നാളെ മുതൽ നിന്റെ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ കയറാം. ഇതൊക്കെ വലിയ പണിയാണല്ലോ. ഹോംവർക്ക് ഒക്കെ ചെയ്യോ? ഞാൻ നിന്റെ ഹോംവർക്ക് ഒക്കെ ചെയ്തോളാം. ഇനി മുതൽ നീ ഇവിടുത്തെ വീട്ടിലത്തെ പണികളെല്ലാം ചെയ്യണം. ഞാനൊന്ന് കാണട്ടെ. ഇതൊക്കെ എന്ത് ഈസിയാണ്. The next day. Bang. Bang. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്ക്. അടിച്ചോ തുടച്ചോ. ഡ്രസ്സുകളെല്ലാം വാഷിംഗ് മെഷീനിലിട്. ഞാൻ 10 മണി വരെ ഒന്ന് കൊടുക്കട്ടെ. ഇതൊക്കെ എന്ത് ഞാൻ ചെയ്തോ. ഈ ഉമ്മച്ചിടൊക്കെ വിചാരിച്ച ഇതൊക്കെ വലിയ പണിയാണ്. നമുക്കിതൊക്കെ ഈസി അല്ലേ. വെള്ളായി. ഇപ്പൊ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക? ഐഡിയ. ഇന്ന് ബ്രെഡ് ജാം ഉണ്ടാക്കാം. ബ്രെഡ് എവിടെ ഇരിക്കുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഇതെന്താ ബ്രെഡോ? എനിക്കിതൊന്നും വേണ്ട. ദോശയോ ഇഡ്ഡലിയോ എന്തെങ്കിലും ഉണ്ടാക്ക്. ഭൂരി ആയാലും മതി. അതിന്റെ ഒപ്പം മിൽക്ക് ഷേക്കോ ഓറഞ്ച് ജ്യൂസോ ആപ്പിൾ ജ്യൂസോ അല്ലേലും മതി. നീയല്ലേ പറഞ്ഞതൊക്കെ ഈസി ആണെന്ന്. ഇത് പറഞ്ഞിട്ടില്ല നീ എല്ലാ ദിവസവും കുറുമ്പ് കാട്ടാറുള്ളത്. A few moments later. സോറി മോളെ, നീ അതൊക്കെ കൊണ്ട് അടിച്ചു കളയാ. സൗണ്ടൊക്കെ വരും അതിന്. ഓൺലൈൻ ക്ലാസ്സിൽ കയറണ്ടേ? നമുക്കതിൽ കയറാൻ കുറച്ച് യൂട്യൂബ് കാണാം. എന്തമ്മ അത് യൂട്യൂബും കണ്ടിരിക്കുക? ഓൺലൈൻ ക്ലാസ്സിലൊന്നും കേറണ്ടേ? ഓൺലൈൻ ക്ലാസ് കേൾക്കണ്ടേ? നമുക്കിതൊന്നും പറ്റിയ പണിയല്ല. നമുക്ക് നമ്മുടെ അടുക്കള പണി മതി. 1 hour later.
അടിച്ച് വാരി തുടച്ച് കളഞ്ഞാൽ മതി. മോളെ ലഞ്ചായില്ലേ? ലഞ്ചാണ് കുഞ്ചി. നിങ്ങൾ ഇപ്പൊ തന്നെ ഭക്ഷണം കഴിച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ളോ? എന്താ മോളെ നീ കുറഞ്ഞോ? ഞാൻ രാവിലെ മുതൽ തുടങ്ങിയിട്ടല്ലേ പണി. ഉമ്മാക്കൊന്നും വന്ന് സഹായിച്ചു. ഇതായിരുന്നുണ്ട് മോം വിസിറ്റ്സ് ഡോക്ടർ ഭാരത. അപ്പോ നമ്മുടെ ഉമ്മമാര് കുറെ കഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. ഡെയിലി ഉമ്മമാരും ഉപ്പമാരും നല്ലോണം നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ നിങ്ങള് ആരും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല.